ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ കാലത്തിന് ശേഷമായിട്ടോ നിങ്ങളുടെ മുന്നിലെത്തുന്നതും എനിക്ക് അതിൻ്റെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഞാൻ കരുതിയിരുന്നല്ല എനിക്ക് ഇത്ര പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പം എൻ്റെ വാച്ച് അവർ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നല്ലോ. 3000 എത്തി എൻ്റെ വാച്ച് അവർ 2600 സംതിങ്. എൻ്റെ വാച്ച് അവർ 2600 കുറഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മുടെ വാച്ച് അവർ എന്തായാലും കുറഞ്ഞു പോകാൻ എളുപ്പമുണ്ട്, പക്ഷേ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സാഹചര്യങ്ങൾ കൊണ്ട് ഞാനൊരു ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരുന്നല്ലോ അതിൻ്റെ കാരണങ്ങളൊക്കെ. അപ്പം ഞാൻ ആ ഒരു സാഹചര്യത്തിലായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഹോസ്പിറ്റലും അതിൻ്റെ കേസ് കെട്ടുകളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പം പിന്നെ ഇപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നതും. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ചെടികളൊക്കെ നമ്മളന്ന് കാണിച്ചിരുന്നല്ലോ, കപ്പ നട്ട വീഡിയോ ലാസ്റ്റ് എടുത്താണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പീറ്റുവിനെ ഇക്രുവിനെയൊക്കെ സ്ഥാനം മാറ്റമൊക്കെ നടത്തി കേട്ടോ. ഇപ്പോൾ ഇക്രു നിന്ന സ്ഥാനത്താണ് പീറ്റു വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് നോക്കി. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ ഭയങ്കര ലേറ്റായിട്ടായിരുന്നു വന്നത്. രാത്രിയിൽ എങ്കിൽ പോലും ഞാൻ രാത്രിയിൽ ചെടികളൊക്കെ ഒന്ന് കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മൊബൈലെടുത്ത് ഞാൻ എല്ലാ ചെടികളും ഒന്ന് നോക്കി. കറിവേപ്പ്, നമ്മുടെ കപ്പ, പിന്നെ കാന്താരി മുളക് ഒക്കെ ഒന്ന് നോക്കി നടക്കുക കേട്ടോ. എല്ലാം എന്തൊക്കെയായി എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും അമ്മയോട് ചോദിക്കും ചെടികളൊക്കെ വളർന്നോ എന്നൊക്കെ കേട്ടോ. അവർ നല്ലോണം ചെടികളെയൊക്കെ പരിപോഷിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിക്കൊണ്ട് ചെടികളൊക്കെ നല്ല കുളിർമയോടുകൂടിയൊക്കെ ആട്ടോ നിൽക്കുന്നത്. നമ്മുടെ കറിവേപ്പ് മരവും കാന്താരി മരവും കപ്പയൊക്കെ നല്ല രീതിയിൽ തന്നെയാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ ചോട്ടിക്കൂടിയും രാവിലെ ഒന്ന് പോയി ഓടിച്ചിട്ടാട്ടോ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിച്ചണിൽ കുറേ ജോലികൾ ബാക്കി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു, കിച്ചണൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ കിച്ചണിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ബാത്റൂം ക്ലീനിങ്, റൂം ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ നട്ടുവെച്ച ചെടികളൊക്കെ എപ്രകാരമായി എന്നൊക്കെ ഒന്ന് കാണാനും, അത് നിങ്ങളെ ഞാൻ ഇത്രയും കാണിച്ചിട്ടും കുറേ കാലമായില്ലേ. ഈ കിളികളുടെ കരച്ചിലും കിളിനാദവും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും ഒക്കെയല്ലേ ഞാൻ ദിവസവും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുവന്നത്. അപ്പം എനിക്കും കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഇതിൽ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ അടുത്ത് എത്താൻ കേട്ടോ. സോറി, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. സാഹചര്യം കൊണ്ടാട്ടോ എനിക്ക് വീഡിയോ ഇങ്ങനെ വൈകിപ്പോയതും. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ ഇടുന്നില്ലേ, എന്താ വീഡിയോ കാണാത്തതെന്നൊക്കെ. അപ്പം എനിക്ക് എന്നെ വീഡിയോ ഇടാനുള്ള സാഹചര്യം, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സന്തോഷം ആണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്, നിങ്ങളുടെ അടുത്ത് എത്തുന്നതും. ഈ വീഡിയോ എന്താണെന്നറിയില്ല, എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പം ഞാൻ വേഗം വന്നിട്ട് തന്നെ വീഡിയോ ഇടുകയാട്ടോ ചെയ്തത്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണ്ടേ. അപ്പം കുക്കിങ്ങും ചെയ്യണം. കുറച്ച് രാവിലെ കപ്പയൊക്കെ ഞാൻ തൊലി ഒളിച്ചു വേഗം കപ്പയും കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ, ചായയൊക്കെ വെച്ച്. അതൊക്കെ വീഡിയോ ഞാൻ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ചെയ്തത് വേഗം ഒന്ന് എടുത്തതാട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത് വീട് ക്ലീനിങ് ആട്ടോ. അപ്പോൾ ചോറൊക്കെ മുറ്റത്തടുപ്പിൽ അവർ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു, അതൊന്ന് വേഗം ചെയ്ത് വെച്ചിട്ട് എനിക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കണം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പോകേണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുറേ നാളായില്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടും. ഞാൻ എപ്പോഴും പുറത്ത് പോവുകയും സാധനങ്ങൾ മേടിക്കുകയും ബാങ്കും ഇടപാട് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറേ പരിമിതികൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നിറവേറ്റുകയും ചെയ്യണം കേട്ടോ. അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ ഈ കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് ഇതൊക്കെ ഒന്ന് ശരിയാക്കി കിച്ചണും ഒന്ന് ക്ലീനിങ് ആക്കി ഇട്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണ് ഒന്ന് ഓടിച്ചിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് പെട്ടെന്ന് കുറച്ച് ജോലികൾ ചെയ്തിരുന്നാൽ പിന്നെ വന്നിട്ട് ബാക്കി ജോലികൾ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ വന്നതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ വന്നപ്പം അവർക്കും കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ ഞാൻ കപ്പയൊക്കെ പൊളിച്ച് കൊടുത്തു. പിന്നെ മീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വാരി കറി വയ്ക്കാനൊക്കെയുള്ള പരിപാടിയിലേക്ക് പോയേ. പിന്നെ ഇന്ന് എൻ്റെ മോൻ്റെ ഹാപ്പി ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ. ഒന്നും ആഘോഷമൊന്നുമില്ല. അവൻ ഇന്ന് പിന്നെ ഒരു ഡ്യൂട്ടിക്ക് കയറി ഇന്ന് അവന്. അപ്പം ഇനിയും വൈകുന്നേരം എന്തെങ്കിലും ചെറിയ രീതിയിൽ
എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം കേട്ടോ, അല്ലാതെ നമ്മൾ അധികമായിട്ടൊന്നും ആഘോഷിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരുടെയും വീഡിയോസൊക്കെ കാണലുണ്ട്. കിട്ടുന്ന സമയത്തിന് ഞാൻ കമൻറ്റൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കുറേ പേരുടെ വീഡിയോസൊക്കെ കാണുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ ഓരോരോ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കടും ചായയൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് കപ്പ വേവിക്കണം. അങ്ങനെ അവർ പിന്നെ വെള്ളത്തിനൊക്കെ പോയിട്ടോ. പിന്നെ വെള്ളത്തിനൊന്നും എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. നമ്മുടെ കുടിവെള്ളം എടുക്കുന്നതേ. പിന്നെ പുറത്തുകൂടിയൊക്കെ ഓരോ ജോലികളുണ്ടായിരുന്നു. വാഷിംഗ് ഉണ്ടായിരുന്നു. കുറേ തുണികൾ മോള് ടൂറ് പോയിട്ട് വന്നിരുന്നു. അവൾ ഹിമാചൽ പ്രദേശിലാണ് ടൂറ് പോയത്, എന്നാ മണാലിയൊക്കെ. ആ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെറുതായിട്ടൊന്ന് ചെയ്തിരുന്നു കേട്ടോ അവൾ പോയതിൻ്റെ. അപ്പം ഒരു ചെറിയ ഷോർട്ട് ബാഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു മഞ്ഞത്തുള്ള അങ്ങനെ ടൂറൊക്കെ പോയിട്ട് അവൾ വന്നു. അപ്പോൾ അതിൻ്റെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അലക്കാനുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ഞാൻ വന്ന് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് വിട്ട് മാറി നിന്നിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എവിടെ തൊട്ടാലും പണികളും ജോലികളും ഒന്നും ശരിയാകുന്നില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുന്ന വിധിപ്രകാരമുള്ള നമ്മുടെ ജോലികളിലൊക്കെ മാറ്റം വരുമ്പോൾ നമുക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ ജോലി ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്തൊരു രീതിയിലേക്ക് വരും കേട്ടോ. ആ ഒരു പരിഭ്രമത്തിൽ ഞാൻ രാവിലെ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്ത് പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എന്തായാലും ക്ലീനിങ്ങൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് കുപ്പികളും ഭരണികളും ഒക്കെ ആട്ടോ എടുത്ത് തുടയ്ക്കേണ്ടിയൊക്കെ വന്നിരുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് തന്നെ രാത്രി സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കിയായിരുന്നു കേട്ടോ. എന്തെങ്കിലും ലേശ ചെയ്ത് വെച്ച് ഏതായാലും ജോലികളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം, വേഗം ആക്കണം എന്നൊക്കെയുള്ളൊരിതിൽ പൊടി പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇവർ അടിക്കുകയും വാരുകയും തുടയ്ക്കുകയും ചെയ്യാത്തതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇവർക്ക് പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കുനിഞ്ഞ് കിടന്നൊന്നും നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും ആകില്ലല്ലോ. അപ്പോൾ കുപ്പികളും ഭരണികളും ഒക്കെ പൊടി പാറുന്നൊന്നും അവർക്ക് കണ്ണുകൊണ്ട് കാണത്തൊന്നുമില്ല. എങ്കിലും അവർക്ക് പറ്റുന്ന വിധേനയൊക്കെയുള്ള ജോലികൾ അവരും ചെയ്ത് വീട് ഞാൻ അത്യാവശ്യം വന്നപ്പോൾ ക്ലീൻഡൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നത്. എങ്കിലും ഈ പൊടി അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഞാൻ മീറ്റ് മസാല ഇല്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പെരിഞ്ജീരകവും ഒക്കെ കൂടി ഏലക്കായൊക്കെ കൂടി വറുത്തതാട്ടോ അത്. അപ്പോഴത്തേക്കും ഞാൻ തക്കാളി, ഉള്ളി അതൊക്കെ അരിഞ്ഞു. പച്ചമുളക് ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിഞ്ഞു. പിന്നെ അമ്മ അത് വഴറ്റി കേട്ടോ. പിന്നെ അത് ഞാൻ കഴുകിയൊക്കെ വാരിയേ. മീറ്റൊക്കെ നമ്മൾ നല്ലോണം കഴുകി വാരി വൃത്തിയാക്കി അത് ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അമ്മ ചായയൊക്കെ എടുത്തു. ചായ ഒരു കവള് കുടിക്കും, പിന്നെ ഓരോ ജോലികളാട്ടോ. അപ്പോൾ മോള് കൊണ്ടുവന്ന കശുവണ്ടി പരിപ്പുണ്ടായിരുന്നേ. അപ്പം അത് റോസ്റ്റഡ് കശുവണ്ടി പരിപ്പാണ്. അതുകൂടി 2-3 മണി എടുത്ത് കഴിച്ചു കേട്ടോ. ഇനിയും പിന്നെ ചായക്കും കുറച്ച് സമയമൊക്കെ കഴിഞ്ഞു പോയിരുന്നു കേട്ടോ ചായ കുടിക്കേണ്ടത്. അതും അവിടെ നിന്നുകൊണ്ട് അങ്ങനെ അത് ആ റോസ്റ്റഡ് കൂട്ടി ആ ചായയൊന്ന് കുടിച്ചു. പിന്നെ നമ്മൾ കുക്കിങ്ങിനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും സെപ്പറേറ്റ് ഒന്നും ചൂടാക്കിയില്ല. ആ വഴറ്റുന്ന അതിനകത്ത് ഉള്ളിക്കകത്ത് കെന്നിയിട്ട് അങ്ങ് ചൂടാക്കി ആ കുക്കറിലേക്കിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇന്ന് കറി വയ്ക്കുന്നതും കുക്കിങ്ങും ഒന്നും ഡീപ്പായിട്ട് നിങ്ങളെ കാണിക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ. എൻ്റെ തിരക്ക് കാരണം ഞാൻ വേഗം ജോലികൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നല്ല കുക്കിങ്ങൊക്കെ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് സമയത്തിൻ്റെ ഭയങ്കര ഒരു പരിമിതിയുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ആട്ടോ. അപ്പോൾ അമ്മയും ഞാനും ഒക്കെ കൂടി എല്ലാം പൊടികളും കുഴച്ചിട്ടും പൊടിച്ചിട്ടും ഒക്കെ വേഗം ഏകദേശം പാകമാകും കേട്ടോ. ഇങ്ങനെ തിരക്കിട്ടൊരു വീഡിയോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ചെയ്തിട്ടും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. തിരക്ക് കൂടിപ്പോയത് എന്തെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ. അതൊക്കെ കൊണ്ടാണേ. പിന്നെ ഇപ്പോഴത്തെ വെയിലിനാണേലും ഭയങ്കര ചൂടും. രാവിലെയൊക്കെ ഒരു വഴിക്ക് പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വർക്കിങ്ങിൽ ഏറ്റെടുത്തിരിക്കും കേട്ടോ. തുണി അലക്കലും പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെയാണ് രാവിലെ വീടുകളിൽ കഴിഞ്ഞാൽ എല്ലാവരും കൂടിയാണ് ഒന്നിച്ചാണ് ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചാണ് ജോലികളൊക്കെ ചെയ്യുന്നത്.
അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കടിയൊന്നും കൂട്ടി കഴിച്ചില്ല കേട്ടോ. അതൊക്കെ കപ്പയും കറിയൊക്കെ ആകുന്നേ ഉള്ളൂ, അതൊക്കെ കഴിഞ്ഞ് കഴിക്കാം. അപ്പം കറണ്ട് പോയി. വെള്ളം അടിക്കാനും നോക്കിയപ്പോൾ ഇത്തിരി വെള്ളം അടിച്ചുള്ളൂ, അപ്പോഴത്തേക്കും കറണ്ടും പോയി കേട്ടോ. അന്നേരം ഞാൻ വേഗം അതിൻ്റെ അടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. കുപ്പിയും ഭരണി അതൊക്കെ ഒന്ന് എടുത്ത് എല്ലാം തുടച്ചു കേട്ടോ. നമ്മൾ കബോർഡില്ലാത്തതുകൊണ്ട് കുപ്പികളൊക്കെ അതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ല നിരത്തിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കബോർഡ് ഫിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ. പിന്നെ നല്ല പണിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഭരണികളൊക്കെ തുടയ്ക്കുകയും പിന്നെ നമ്മൾ ഈ താഴെ കബോർഡ് ഫിറ്റ് ചെയ്യേണ്ട ആ ഭാഗം അവിടെയൊക്കെ നിറച്ചും പൊടികൾ കയറി കിടക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വിധേന ഞാൻ അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ ഈ കുപ്പികളൊക്കെ ഇരിക്കുന്ന സ്ഥാനത്ത് തന്നെ ഞാൻ കഴുകാൻ എല്ലാ ഭരണികളൊന്നും കഴുകാൻ നിന്നില്ല. ഒന്നാമത് സമയത്തിൻ്റെ അപര്യാപ്തതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം പിന്നെ നല്ല അതിൻ്റെ അകമൊക്കെ നല്ല ക്ലീൻഡാണ്. അതുകൊണ്ട് പിന്നെ എല്ലാം കഴുകിയില്ല. കുറേ പാത്രങ്ങൾ ഞാൻ കഴുകി വെയിലത്തും കൊണ്ടുപോയി വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ സാധനങ്ങളൊക്കെ ആ ഓരോ ഭരണികളിലുമൊക്കെ ഓരോ സാധനങ്ങളാട്ടോ. പുളിയും കുടംപുളിയും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നതും പിന്നെ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടി അരിപ്പൊടിയൊക്കെ ഇട്ട് വയ്ക്കുന്ന കേട്ടോ. പിന്നെ കുറേ ഭരണികൾ കാലിയാട്ടോ. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് പൊടികളൊക്കെ ഇനി മേടിച്ചിട്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ മേടിക്കാനും പോണേ. നമ്മൾ സാധനങ്ങൾ മേടിക്കുക അടുക്കും ചുറ്റോടുകൂടി ഭരണി വയ്ക്കുന്ന അത്രയൊന്നും വീട്ടിലുള്ളവരെ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരുപാട് ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എനിക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കി അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സിനൊരു സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും ക്ലീനായി. പിന്നെ നമ്മുടെ പാത്രങ്ങളിലൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നിറച്ച് വെച്ച് പിന്നെ ചോറും കറിയൊക്കെ റെഡിയായി എല്ലാം പാകമായി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണ് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓരോ ആൾക്കാരും ഓരോ വിധേനയാണല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഇതിങ്ങനെയാണ്. എനിക്കെല്ലാം റെഡിയായി, എല്ലാ കാര്യങ്ങളും റെഡിയായിരുന്ന മനസ്സിനും തന്നെ സന്തോഷം കേട്ടോ. അങ്ങനെ കറിയൊക്കെ റെഡിയായി. പിന്നെ കപ്പ വെച്ച് എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പൊളിച്ചത് അത് മുറ്റത്ത് അടുപ്പി വെച്ച് അവർ വേവിച്ചു കേട്ടോ. അതുകൊണ്ട് പിന്നെ കറി മാത്രമേ ഈ ഗ്യാസ് വെച്ച് വേവിച്ചുള്ളൂ. പിന്നെ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചു. അവിടെ ഗ്യാസിൻ്റെ പൊടി പറ്റി ജനലിൻ്റെയൊക്കെ അവിടെയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ആ പേപ്പർ ഞാൻ അവിടെ വെച്ചേക്കുന്നത് ഈ ഗ്യാസിൻ്റെ അടുത്തു നിന്ന് നമ്മൾ ഈ വിസിലടിക്കുമ്പോൾ ആ പേപ്പർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അതിലാണ് ചെളിയും പൊടിയൊക്കെ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഒരു പേപ്പർ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആ പേപ്പർ എടുത്ത് പൊടി തട്ടി ആ സ്ഥാനത്ത് ഞാൻ വേറെ ഒരു പേപ്പർ അവിടെ വെച്ചു കേട്ടോ. പുറത്തുനിന്നാണോ പൊടി വരുന്നത് എവിടെ നിന്നാണെന്നറിയില്ല. പിന്നെ എല്ലാ വീടുകളിലും ഇങ്ങനെ പൊടി ഉണ്ടോയെന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ വേഗം പൊടി നിറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ പോകുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ ഞാൻ ഭരണിയും പാത്രമൊക്കെ എടുത്ത് കൊട്ടിയതാട്ടോ. എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയി ജീവിച്ച ആളായതുകൊണ്ടും കുറേ നാൾ പുറത്ത് നിന്നതുകൊണ്ടും എനിക്കും ഈ പൊടി എവിടെയെങ്കിലും പറ്റിയാലും എവിടെയാണെങ്കിലും ഏത് വിധേനയാണെങ്കിലും ഞാനതൊക്കെ പൊടി തട്ടി കളയുകയും വീട് വൃത്തിയാക്കിയിടാനും മാക്സിമം ശ്രദ്ധിക്കുകയും ചെയ്യും കേട്ടോ. ഇനി വീട് എങ്ങനെ ഇരുന്നിരിക്കുന്നതാണേലും ഏതൊരു സാഹചര്യത്തിലാണേലും എനിക്ക് ഇരിക്കുന്ന ഭാഗങ്ങൾ ക്ലീൻ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതുപോലെ എൻ്റെ കൂടെ ഇരിക്കുന്നവരും ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഓരോ രീതികളായിട്ടൊക്കെ. മോനൊക്കെ കുളിച്ചില്ലെങ്കിൽ ഞാൻ പറയും വേഗം പോയി കുളിക്ക്, മോളോടാണേലും പറയും, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സ്വഭാവവും ഓരോ രീതികളും അല്ലേ. അപ്പം ഞാനും ആ കൂട്ടത്തിലൊക്കെ ആട്ടോ. എനിക്ക് എല്ലാവരും ക്ലീൻ ആയിരിക്കണം, എല്ലായിടവും ക്ലീൻ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഓരോ രീതികളാട്ടോ. അത് മുറ്റത്താണേലും കാടും പുല്ലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം എല്ലാം ടെൻഷനാണ്. ഇനി ഇതൊക്കെ പറിച്ച് തീർക്കണമല്ലോ. പക്ഷെ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റമൊക്കെ കാടൊക്കെ പറിച്ച് മുറ്റമൊക്കെ അതായത് വൃത്തിയായിട്ടാട്ടോ ഇരുന്നത്. അവർ മുറ്റത്തെ കാടൊക്കെ പറിച്ചിരുന്നു. പിന്നെ വെയിലായതുകൊണ്ട് കാടിൻ്റെ അധികം ഒരു അതിപ്രസരണം ഇല്ല കേട്ടോ. കാടൊന്നും അധികം വളർന്നിട്ടൊന്നുമില്ലേ.
പിന്നെ കുറേ പാത്രങ്ങൾ കഴുകി പുറത്ത് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ കഴുകി എടുത്ത് വെച്ചു കേട്ടോ. അതൊക്കെ അമ്മയൊക്കെ സൈഡിൽ കൊണ്ടുപോയി വെച്ച് എല്ലാം ഉണക്കാൻ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി വീണ്ടും എടുത്ത് വെക്കണം. പിന്നെ ഈ നമ്മുടെ ഗ്യാസില്ലേ, അത് നല്ലോണം തുടച്ചിട്ട് നല്ല രസമുള്ള ഗ്യാസാണ് കേട്ടോ. അമ്മ എപ്പോഴും പറയുന്നു ഗ്യാസ് നല്ല ഭംഗിയാണ്, ചെറുതാണെങ്കിലും അത് തുടച്ചിട്ടാൽ നല്ല ഭംഗിയാണ്. 2 തുണിയിട്ട് തുടയ്ക്കണം കേട്ടോ. ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് തുടച്ചിട്ട് ഒരു ഉണങ്ങിയ തുണിയും കൂടി ഇട്ട് അതൊന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് ആട്ടോ അതിന് വരുന്നത്. അപ്പം ഞാൻ അങ്ങനെയും കൂടി തുടച്ചങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ആ ഗ്യാസ് നല്ലൊരു തിളക്കമാണ്. നമ്മൾ ചെറിയ സാധനങ്ങളാണോ വലിയ ആണോ നല്ല നോക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ഭാഗത്തുള്ള സാധനങ്ങൾ നന്നായിരിക്കണം എന്നുള്ള ഒരു ഇഷ്ടം കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ കൂടുതലും കണ്ടില്ലേ ഒരു കുഞ്ഞി കല ഇരിക്കുന്നത്, ചെറിയ ചെറിയ സാധനങ്ങളോടാട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം. ചെറിയ കുടുക്ക കലങ്ങൾ ഞാൻ മേടിച്ച ഈ അപ്പം ചട്ടി എന്ന് പറയില്ലേ, ഇഡ്ഡലി ചെമ്പ്, അതും ഞാൻ ചെറുത് നോക്കി മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ചെറിയ കുടുക്കക്കലങ്ങളും കുടുക്ക പാത്രങ്ങളും മേടിച്ച് ലാസ്റ്റ് ചിലപ്പോൾ പാചകം ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു അപാകത വരലുണ്ട് കേട്ടോ. ഇഡ്ഡലി പാത്രം ചെറുത് മേടിച്ചപ്പോൾ അത് ഇഡ്ഡലി ഒന്നും വേണ്ടുന്നത്ര ചുടാനൊന്നും കഴിയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ ഈ കുടുക്കപ്പാത്രങ്ങൾ മേടിക്കുന്നത്. പക്ഷേ എനിക്ക് ക്യൂട്ടായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ, എല്ലാ സാധനങ്ങളും എനിക്ക് ചെറുതാണ് ഇഷ്ടം. ഈ കുടുക്കക്കലം പോലത്തെയുള്ള 2-3-4 കുടുക്കക്കലങ്ങളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ. എല്ലാം അലുമിനിയം ആണെന്ന് മാത്രം. പിന്നെ സ്റ്റീലിൻ്റെ കലങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം പൊടി തട്ടിയൊക്കെ അടിച്ചു വാരി ഇനി എനിക്കിവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ. കിച്ചൺ ഭാഗം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഭാഗങ്ങൾ എളുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പൊടി എടുക്കുന്ന ഈ മുകളിൽ ചുക്കിരി തട്ടുന്ന ഒരു സാധനമില്ലേ, അത് എടുത്തിട്ട് ഞാൻ മോളോട് പറഞ്ഞു നീ ചുക്കിരിയൊക്കെ ഒന്ന് തട്ടിയിട്ടാൽ എനിക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എളുപ്പമാവുമായിരുന്നു എന്ന് പറഞ്ഞ് എന്തായാലും അവൾ റൂമുകളിലെ ചുക്കിരിയൊക്കെ എടുത്ത് തന്നു കേട്ടോ. പിന്നെ എനിക്ക് അടിച്ചു വാരാനും ഒക്കെ വളരെ പെട്ടെന്ന് പറ്റി കേട്ടോ, തുടയ്ക്കാനും ഒക്കെ. കണ്ടില്ലേ, അപ്പോൾ മോള് ചുക്കിരി എടുത്ത് കൊണ്ട് എൻ്റെ തന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ അതൊക്കെ അതിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട് കുറഞ്ഞ ദിവസം മതി എല്ലാം ചുക്കിരിയൊക്കെ വേഗം തട്ടാനും ഇതാക്കാനും ഒക്കെ കേട്ടോ. വേഗം ചുക്കിരിയൊക്കെ കയറും കേട്ടോ. അപ്പം ഇപ്പം എല്ലാവരും കാപ്പിക്കൊക്കെ സമയമായി, അവരൊക്കെ കാപ്പി എടുക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ പിന്നെ കഴിച്ചോളാമെന്ന്. അവരൊക്കെ കാപ്പി കുടിച്ചു, പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. ഒരമ്മ കാപ്പി കുടിക്കാൻ പോണു. അങ്ങനെയൊക്കെയാണേ. പിന്നെ ഞാൻ എല്ലായിടം ക്ലീനാക്കി അടിച്ചു വാരി റൂമുകളൊക്കെ എല്ലാം എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനും പറ്റില്ല. ഇത്രയും ചെയ്തപ്പോൾ തന്നെ വീഡിയോ ഫുള്ളായി കേട്ടോ. അപ്പോൾ ഈ കുറേ ദിവസം കൂടി ആയതുകൊണ്ട് വന്നതുകൊണ്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയൊക്കെയുള്ളൂ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.